ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ട്യൂഷൻ ക്ലാസ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന നവോദയയുടെ സെലക്ഷൻ ടെസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ മെഷേഴ്സ്. ഒരു വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സെലക്ഷൻ ടെസ്റ്റ് 2017 വന്ന സെലക്ഷൻ ടെസ്റ്റാണ് ഇന്ന് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൾ മെഷേഴ്സ് 24 into 20 meter, 24 meter into 20 meter. The number of tiles of sizes 0.4 meter into 0.3 meter required to pave the floor is. അതായത് ഒരു ഹാള്, ആ ഹാളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് 24ഉം L is equal to 24 meter. ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 20 meter. ഈ ഹാളിനുള്ളിൽ നിറച്ചും ടൈല് പാകണം. ഇതാ ടൈലിൻ്റെ അളവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ടൈലിൻ്റെ അളവ് ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഹോളും വരച്ച് കാണിച്ചിട്ടുണ്ട്. ടൈലിൻ്റെ ഒരു ലെങ്ത് ഓഫ് ടൈലിൻ്റെ ലെങ്ത് ഓഫ് ടൈലിൻ്റെ ലെങ്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? ലെങ്ത് ഓഫ് ടൈൽ ഈസ് ഈക്വൽ ടു 0.4 meter ഉണ്ട്. ഒന്ന് ഹോൾ നമ്പറിലും ഒന്ന് ഡെസിമൽ നമ്പറിലുമാണ് തന്നിരിക്കുന്നത് ഒരളവ്. ഇനി ബ്രെഡ്ത്ത് ഓഫ് ടൈല് ഈസ് ഈക്വൽ ടു ടൈലിൻ്റെ ബ്രെഡ്ത്ത് ഓഫ് ടൈൽ ഈസ് ഈക്വൽ ടു 0.3 meter. അപ്പോൾ ഇവിടെ എത്ര ടൈൽ വേണമെന്ന് ടൈൽസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ടൈൽസ് ഈസ് ഈക്വൽ ടു മുറിയുടെ ഏരിയ ഓഫ് ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വൺ ടൈൽ. ഹോളിൻ്റെ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏരിയ ഓഫ് ദി ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ വൺ ടൈൽ. ദാറ്റ് ഈസ് ഹോളിൻ്റെ ഏരിയ കാണാൻ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഹോളിൻ്റെ ഏരിയ ലെങ്ത് 24 into 20 ഡിവൈഡഡ് ബൈ 0.4 into 0.3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെസിമൽ പോയിൻ്റ് മാറ്റാൻ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരേ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഡിനോമിനേറ്ററിന് ഒരു സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് 0.4ൻ്റെ പോയിൻ്റ് മാറ്റാൻ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം ന്യൂമറേറ്ററിന് 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ദെൻ ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പം ലെങ്തിന് നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇതിൻ്റെ ബ്രെഡ്ത്ത് 20 into 10 ഡിവൈഡഡ് ബൈ 0.3 into 10. അപ്പോൾ ആ പോയിൻ്റ് അങ്ങ് മാറും. പോയിൻ്റ് മാറുമ്പോഴത്തേക്കും 240 into 200 ഡിവൈഡഡ് ബൈ 40. ഒരു സ്ഥാനം അടുത്തോട്ട് മാറ്റി പോയിൻ്റ് കൊടുക്കുക. 30 ഒരു സ്ഥാനം അടുത്തോട്ട് മാറ്റി പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ 4 into 5 ആണ് 20. 20ൽ 4 5 ടൈംസ് അവിടെ 50 വരും. 3 24ൽ 8 ടൈംസ് അവിടെ 80 വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു 80 into 50. 8 into 50. 8 into 5 40. 8 into 50 ഈസ് ഈക്വൽ ടു 8 into 50 ഈസ് ഈക്വൽ ടു 4000 ടൈൽസ് അവിടെ നമുക്ക് ആവശ്യമാണ്. ഇത് ഫ്ലോറ് പേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലോറിൽ പാകുന്നതിന്. ഇനി ട്രെയിൻ സ്റ്റാർട്ട് 5:40 AM. അപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ 5:40 സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ റീച്ചസ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ 9:20 AM അത് റീച്ച് ചെയ്തു. അപ്പോൾ അത് ടൈം എത്ര എടുക്കും എന്നാണ്. അത് ഭയങ്കര ഈസിയാണ് ഇത് കണക്ക് ചെയ്യാൻ. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈം നമുക്കിവിടെ നോക്കാം. സ്റ്റാർട്ടിങ് ടൈം ഏതാണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ടിങ് ടൈം 5:45 ആണ് സ്റ്റാർട്ടിങ് ടൈം. 5:45. Starting time is equal to
5:45. ഇനി റീച്ചിങ് ടൈമോ? റീച്ചിങ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് 9:20 AM. രണ്ടും രാവിലെയാണ്. 9:20 AM. ഇനി ഇതിപ്പോൾ ഇത് എപ്പം റീച്ച് ചെയ്യുന്ന അറിയുന്നതിന് വേണ്ടി 5:45 കൂടി ആഡ് ചെയ്തെടുത്താൽ മതി. 9:20 വരെ ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 3 hours 5 3 8 മണി 8:45 ആവും 3 മണിക്കൂർ കൂട്ടുമ്പോൾ. പിന്നെ 45 20 ആകാവുന്നതിന് വേണ്ടിയിട്ട് 35 മിനിറ്റ് കൂടെ. അപ്പോൾ 3 hours 35 minutes വരും. ഇനി അടുത്ത് 2018 സെലക്ഷൻ ടെസ്റ്റാണ്. അതായത് വാട്ട് ഷുഡ് ബി ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഇഫ് ദ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഏരിയ. പെരിമീറ്റർ ഏരിയക്ക് തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഈ വൺ സൈഡ് ഈസ് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ പെരിമീറ്റർ ഏരിയക്ക് തുല്യമാണല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഏരിയ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ. ഇനി ഏരിയ കാണാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡാണ് പെരിമീറ്റർ കാണാൻ. അപ്പോൾ നമുക്ക് സൈഡ് നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ ഒരു സൈഡ് മാത്രം കാണാൻ 4 ഇൻറ്റു എക്സ് ബൈ എക്സ് വരും. ഈ ഒരു എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അപ്പോൾ ഒരു സൈഡ് എത്ര വരും? നമുക്ക് 1 സൈഡ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് ഒരു ജമ്മു എക്സ്പ്രസ് സ്റ്റാർട്ട്സ് ജമ്മു അറ്റ് 8:20 AM. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം ഇവിടെ എത്ര വരും? 8:20. സ്റ്റാർട്ടിംഗ് ടൈം ഈസ് ഈക്വൽ ടു 8:20 AM ആൻഡ് 8 മണിക്കൂറാണ് ഇത് എടുക്കുന്നത്. 8 മണിക്കൂർ. എന്നിട്ട് പിന്നെ എന്താണ് 25 മിനിറ്റ് ലേറ്റും കൂടിയാണ്. അപ്പോൾ റീച്ചിങ് ടൈം ആ ലേറ്റ് ടൈം കൂടെ കൂടണം റീച്ചിങ് ടൈം കാണാൻ. റീച്ചിങ് ടൈം ഈസ് ഈക്വൽ ടു 8 hours 35 minutes പ്ലസ് 25 മിനിറ്റ് ലേറ്റ് കൂടെ കൂട്ടണം. അപ്പോൾ 30 20 മിനിറ്റ് കൂട്ടുമ്പോഴത്തേക്കും 60 ആകും. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ 1 hour ആണ്. അപ്പം 9 മണിക്കൂർ കഴിയുമ്പോഴാണ് 9 hours കഴിയുമ്പോഴാണ് ഇത് റീച്ച് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം എപ്പോഴാണ്? 8:20 ആണ്. അപ്പോൾ 8:20 9 hours കൂട്ടണം റീച്ചിങ് ടൈം കാണാൻ. അപ്പം 8:20 പ്ലസ് 9 hours 9 മണിക്കൂറുടെ കൂട്ടുമ്പോഴേക്കും 5:20 ഇത് ഡെസ്റ്റിനേഷനിൽ എത്തും, എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ ഈ കണക്കുകളെല്ലാം എല്ലാവരും ചെയ്ത് പഠിക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.